ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഏഞ്ചൽസ് ആൻഡ് ദി ഹെവൻലി ബീയിങ്സ്, ദൂതന്മാരും സ്വർഗീയ ജീവികളും എന്ന് പറയാം. അനേക ജീവികളെക്കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ഏഞ്ചൽസിനെ കുറിച്ച്, സെറാഫുകളെക്കുറിച്ച്, കെരൂബുകളെക്കുറിച്ച്, ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, ആർക്കേഞ്ചൽ എന്നുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ പഠിക്കും. നമ്മൾ തുടങ്ങുന്നത് സെറാഫുകൾ വെച്ചിട്ടാണ്. ദ ബേണിംഗ് വൺ എന്നുള്ള അർത്ഥത്തിൽ സെറാഫിനെ വിളിക്കുന്നുണ്ട്. ഫയറി സെർപ്പൻറ്റ്, ഡ്രാഗൺ എന്നും സെറാഫ് അർത്ഥം വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ സെറാഫിം പ്ലൂറലാണ്. മലയാളത്തിലെ സെറാഫുകളെന്ന് നമ്മൾ പറയുന്നു. ഇനി നമുക്ക് സെറാഫ് എവിടെയാണ് ബൈബിളിൽ കാണപ്പെടുന്നത് നോക്കാം. ഏഷ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 2-3 വാക്യം. അവിടെ കാണുന്നത് ദ ത്രോൺ റൂം ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഒരു രംഗമാണ് ഏഷ്യാവ് പ്രവാചകൻ അവിടെ കാണുന്നത്. 2-3 വാക്യം വായിക്കാം. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി. ഓക്കെ, നിൽക്കട്ടെ. സെറാഫുകളെക്കുറിച്ച് കാണുമ്പോൾ ആദ്യം ഏഷ്യാവ് ഒബ്സർവ് ചെയ്യുന്നത്, കാണുന്നത് 6 ചിറകുള്ള ജീവികൾ. ഓക്കെ, ഇനി ഈ ചിറക് വെച്ച് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. 3-ാം അധ്യായം 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. മതി. ഈ 6 ചിറകിൽ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദങ്ങൾ മൂടി, 2 കൊണ്ട് പറക്കുക. നമ്മൾ ഈ പറക്കുന്നു എന്ന് പറയുമ്പോൾ പക്ഷികൾ പറക്കുന്നത് പോലെ ചിന്തിക്കരുത്, വ്യത്യാസമുണ്ട്. അതുപോലെ 2 കൊണ്ട് മുഖം മൂടുന്നത് ഹ്യൂമിലിറ്റിയെ, താഴ്മയാണ് കാണിക്കുന്നത്. 2 കൊണ്ട് പാദം മൂടുന്നത് കാണിക്കുന്നത് റെവറൻസിനെയാണ്. ഇനി അവരെന്താണ് പറയുന്നത് എന്ന് നോക്കാം. 3-ാം വാക്യം. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ആരാധനയുടെ രംഗമാണ് അവിടെ കാണുന്നത്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹോളി ഹോളി ഹോളി. ഇതാണ് സെറാഫുകൾ പാടുന്നത്, ദൈവത്തെ കീർത്തിക്കുന്നത്. 5-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ ഏഷ്യാവിൻ്റെ അടുത്ത് ഈ സെറാഫ് ഇടപെടുന്നതാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 5-ാം വാക്യം വായിക്കാം. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. ഓക്കെ, മതി. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. സെറാഫ് ആയിട്ടുള്ള എൻകൗണ്ടറിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടുള്ള ഒരു എൻകൗണ്ടറിൽ വരുമ്പോൾ ആദ്യം ഏഷ്യാവ് ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ കുറവുള്ള മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു. താങ്ക് യു ലോർഡ്. എൻ്റെ കുറവുകളിലേക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറവുകളിലേക്കുമാണ് ഏഷ്യാവ് ചിന്തിക്കുന്നത്. തുടർന്ന് വായിക്കാം. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇനി 6-ാം വാക്യം 7-ാം വാക്യത്തിൽ കാണുന്നത് സെറാഫിൻ്റെ ഒരു മിനിസ്ട്രിയെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത്. 6-7 വാക്യം വായിക്കാം. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അപ്പോൾ ഇവിടെ സെറാഫിന് കൈയുണ്ട്, ഈ ചിറകുകൾ കൂടാണ്ട് കൈയുണ്ട് എന്ന് കാണാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കനലെടുത്തു കൊണ്ടുവന്ന് ഏഷ്യാവിൻ്റെ നാവിൽ തൊടുക. താങ്ക് യു ലോർഡ്. തുടർന്ന് വായിക്കാം. അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങൾ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ദൈവത്തിൻ്റെ കനൽ ഏഷ്യാവിനെ തൊടുമ്പോൾ ഏഷ്യാവിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല ആ കനലുള്ളത്, അവൻ്റെ കുറവുകളെ തീർക്കുന്ന കനലാണത്. താങ്ക് യു ലോർഡ്. ഇപ്പം നമ്മൾ സെറാഫുകളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചു. 6 ചിറകുകളുണ്ട്, 2 കൈകളുണ്ട്. ഹോളി ഹോളി ഹോളി
എന്ന് ആരാധന ഗീതം പാടുന്നവരാണ്, പറക്കുന്നുണ്ട്, മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ അടുത്തതായി നമുക്ക് അടുത്ത സ്വർഗീയ ജീവിയെക്കുറിച്ച് പഠിക്കാം.